ശ്രീകാന്ത്, എഫ്ഐആർ പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തതാണ്. രണ്ട് മരണങ്ങളാണ് ആ എഫ്ഐആറിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. എങ്കിൽ പോലും ഇവരുടെ കുടുംബ പശ്ചാത്തലം അടക്കം മറ്റു കാര്യങ്ങളൊക്കെയും പോലീസ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ BNSS 194 പ്രകാരമാണ് ഈ കേസ് ആദ്യഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്തത്. ഈ ആത്മഹത്യ അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് പോലീസിന് സ്ഥിരീകരിക്കാൻ സാധിച്ചതുമാണ്. അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം കേസെടുത്തത്. തൃക്കാക്കര പോലീസാണ് നടപടികൾ പൂർത്തിയാക്കിയത്. ഈ ഉദ്യോഗസ്ഥൻ GST ഓഡിറ്റ് കമ്മീഷണറേറ്റിൽ അഡീഷണൽ ഡയറക്ടറാണ്. ഈ മനീഷ് എന്ന് പറയുന്ന ഇപ്പോൾ മരിച്ചിട്ടുള്ള വ്യക്തി. അത് കച്ചേരിപ്പടിയിൽ IS പ്രസ് റോഡിലാണ് അവരുടെ ഓഫീസ് ഉള്ളത്. ഇദ്ദേഹം നേരത്തെ കൊച്ചിയിലും കോഴിക്കോടും കസ്റ്റംസ് പ്രിവന്റീവിന്റെ ഭാഗമായിരുന്നു. കൊച്ചിയിൽ ഡെപ്യൂട്ടി കമ്മീഷണറായും കോഴിക്കോട് ജോയിന്റ് കമ്മീഷണറായും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. ജാർഖണ്ഡ് റാഞ്ചി സ്വദേശിയാണ് ഇദ്ദേഹം. ഇന്ന് വൈകുന്നേരം 6:30 ഈ മൃതദേഹം കാണപ്പെട്ടത്. ഇദ്ദേഹത്തിന്റെ തന്നെ ഓഫീസിൽ ജോലി ചെയ്യുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ഈ മൃതദേഹം കാണുകയും അത് തൃക്കാക്കര പോലീസിൽ അറിയിക്കുകയുമാണ് ഉണ്ടായത്. മനീഷ് വീടിന്റെ മുന്നിലെ മുറിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലും മനീഷിന്റെ സഹോദരി അകത്തെ മുറിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലുമാണ് കണ്ടത്. ഈ രണ്ട് മൃതദേഹങ്ങളാണ് ആദ്യഘട്ടത്തിൽ കണ്ടത്. ഇത് പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തി സത്വര നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. നിലവിൽ മനീഷ് നൈരാശ്യത്താൽ ജീവിതം അവസാനിപ്പിച്ചു എന്ന രീതിയിൽ എഫ്ഐആറിൽ ഒരു വരിയുണ്ട്. ബാക്കി കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടത് പോലീസാണ്. അത് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ നാളെ പുരോഗമിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശരി, ശ്രീകാന്താണ് എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഒരിക്കൽ കൂടി വിഷ്ണു സുരേഷിലേക്ക് പോകുന്നു. വിഷ്ണു, 7 ദിവസമായി അവധിയിലായിരുന്നു. ആ അവധി ദിവസങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നത് നിർണായകമാണ്. എന്നാൽ ഈ പ്രദേശവാസികളുമായോ ഒന്നും അത്ര അടുത്ത ബന്ധം പുലർത്താത്ത, അല്ലെങ്കിൽ സമീപവാസികളുമായൊന്നും അത്ര ഇടപഴകാത്ത കുടുംബമാണ് മനീഷ് ഉൾപ്പെടെ. അമ്മയെ മാത്രമാണ് ഇടയ്ക്കെങ്കിലും പുറത്ത് കാണാറുള്ളത് എന്ന് ആ പരിസരവാസികളും മൃതദേഹം ആദ്യം കണ്ടെത്തിയ ആളുകളൊക്കെയും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആ 7 ദിവസങ്ങൾ എന്താണ് സംഭവിച്ചത് എന്നത് ഏറെ നിർണായകമാണ്. ഈ മരണത്തിന് കാരണം എന്ത് എന്നതിൽ ഒരുപക്ഷെ ശാസ്ത്രീയ പരിശോധന തന്നെയായിരിക്കില്ലേ ഒരു ഉത്തരം നൽകുക? ഗോകുല്, ആ കുറിപ്പ് കേന്ദ്രീകരിച്ചതിനുള്ള അന്വേഷണം തന്നെയായിരിക്കും ഈ മരണത്തിന്റെ ഒരു ഉത്തരത്തിലേക്ക്, എന്താണ് കാരണം എന്നുള്ളൊരു ഉത്തരത്തിലേക്ക് എത്തുക. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മയുടെ മൃതദേഹം കിടന്നതാണ് ഒരല്പം സംശയമുളവാക്കുന്നത്. മൃതദേഹം ബെഡ്ഷീറ്റ് കൊണ്ട് പുതച്ച് അതിൽ പൂക്കൾ വിതറി തൊട്ടടുത്ത് ഫാമിലി ഫോട്ടോയൊക്കെ വെച്ച രീതിയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ അമ്മയുടെ മരണത്തിന് ശേഷമായിരിക്കാം ഇരുവരും ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായ അനുമാനം. പക്ഷേ അത്തരം വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് ഈ ഘട്ടത്തിൽ കടന്നിട്ടില്ല. നിലവിൽ ഇൻക്വസ്റ്റ് നടപടികളും മറ്റ് പ്രാരംഭ നടപടികളും പൂർത്തിയാക്കാനാണ് പോലീസ് ശ്രദ്ധ പുലർത്തുന്നത്. കാരണം ഈ മൃതദേഹത്തിന് ഏകദേശം 3 ദിവസത്തെ പഴക്കമുണ്ട്. അതുകൊണ്ട് മൃതദേഹം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഈ പ്രദേശം ഒന്നാകെ ദുർഗന്ധം വമിക്കുകയാണ്. അതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നത്. അതിനിടയിലാണ് ഈ മുറികൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ മനീഷിന്റെ മൃതദേഹം കിടന്ന, അല്ലെങ്കിൽ തൂങ്ങിക്കിടന്ന മുറിയുടെ ഉണ്ടായിരുന്ന കട്ടിലിൽ അവിടെ നിന്നൊരു ഡയറി കണ്ടെത്തിയത്. അതിൽ ഹിന്ദിയിലുള്ളൊരു കുറിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് കൗൺസിലർ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. അതൊരു പക്ഷേ ഒരു ആത്മഹത്യാക്കുറിപ്പോ ആയിരിക്കാം എന്നൊരു അനുമാനം പോലീസുണ്ട്. പക്ഷേ പോലീസ് ഇതുവരെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ല. പരിശോധനകളൊക്കെ നടക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. 7 ദിവസം അവധിയിലായിരുന്നു മനീഷ്. തുടർന്ന് 7 ദിവസത്തെ ലീവ് പൂർത്തിയാക്കിയ ശേഷം മനീഷ് തിരികെ ജോലിയിൽ എത്തിയിരുന്നില്ല. സുഹൃത്തുക്കൾ മൊബൈലിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. പക്ഷേ ആ മെസ്സേജിന് റിപ്ലൈ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്ന നിലയിലായിരുന്നു. അങ്ങനെയാണ് ചില സുഹൃത്തുക്കൾ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ ഈ വീട്ടിലെത്തി പരിശോധന, അല്ലെങ്കിൽ വീട്ടിലെത്തി അന്വേഷിക്കാൻ വേണ്ടി എത്തിയത്. അപ്പോഴാണ് ഇവിടെ ദുർഗന്ധം വമിക്കുന്ന ഒരു ദുർഗന്ധം വമിച്ചത്. അങ്ങനെ അവർ ഈ ജനൽ തുറന്നു നോക്കുന്ന ഘട്ടത്തിലാണ് മൃതദേഹം കണ്ടത്, മനീഷിന്റെ മൃതദേഹം കണ്ടത്. അങ്ങനെ കൗൺസിലറിനെയും അതോടൊപ്പം തന്നെ മറ്റ് പോലീസിനെയും വിവരം അറിയിച്ചു. തുടർന്ന് പിൻവശത്തൂടെ മുറിക്കകത്ത് കയറാനുള്ള ശ്രമം നടത്തി. അപ്പോൾ പിൻവശത്ത് സഹോദരിയുടെ മൃതദേഹം കണ്ടെത്തി. സഹോദരിയുടെയും അമ്മയുടെയും മൃതദേഹം ഒരേ മുറിയിൽ നിന്ന് കണ്ടെത്തിയെന്നാണ് പോലീസ് പറയുന്നത്. എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത്, അതായത് മനീഷിന്റേത് ആത്മഹത്യ എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എഫ്ഐആറിലടക്കം അക്കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. നൈരാശ്യത്തെ തുടർന്നുള്ള സ്വന്തമായി ജീവനൊടുക്കി എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഈ പെൺകുട്ടി ഈ ശാലിനിയും തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത്. അപ്പോൾ അതും ആത്മഹത്യ എന്ന് പോലീസ് അനുമാനിക്കുന്നു. ഈ അമ്മയുടെ കാര്യത്തിലാണ് ഒരു വ്യക്തത വരാനുള്ളത്. ഏറെ പണിപ്പെട്ടാണ് പോലീസ് ഇതിനകത്തേക്ക് ഈ ഡോർ അടക്കം ചവിട്ടിപ്പൊളിച്ചാണ് അകത്തേക്ക് കയറിയത്. അപ്പോൾ ഈ ആദ്യം കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും മരണകാരണം ബന്ധപ്പെട്ടുള്ളത്
അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുക. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് തൃക്കാക്കര പോലീസ്. സാധാരണഗതിയിൽ ആത്മഹത്യകളൊക്കെ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ മുങ്ങുമരണമൊക്കെ സംഭവിക്കുമ്പോൾ ഇത്തരത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷിക്കുകയും പിന്നീട് കൂടുതൽ വകുപ്പുകൾ എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ ആഡ് ചെയ്യുകയുമാണ് ചെയ്യുക. അത് തന്നെയാണ് ഇവിടെയും സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഘട്ടം വരെ പോലീസിന് കൃത്യമായൊരു വിവരം ലഭിച്ചിട്ടില്ല. ഈ ആത്മഹത്യാ കുറിപ്പിലുള്ള വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമാണ് ഈ മരണത്തിലെ ദുരൂഹതയുടെ ഒരു ആദ്യപടിയെങ്കിലും ചുരുള് അഴിയുക. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ തന്നെയാണ് പുരോഗമിക്കുന്നത്. ഈ സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ പോലീസിന് കാര്യമായ ഇൻപുട്സ് ഒന്നും കിട്ടിയിട്ടില്ല. കാരണം മനീഷ് ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, പങ്കുവച്ചിട്ടില്ല എന്നുള്ളതാണ് സുഹൃത്തുക്കൾ നമ്മളോടും പറഞ്ഞത്. പോലീസിനോടും സമാനമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ആ ഡയറിയിൽ എന്തൊക്കെയുണ്ട്, അതിൽ നിന്നായിരിക്കാം ഈ മരണത്തിന്റെ ചുരുളുകൾ അഴിയാൻ പോകുന്നതെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വീടിനകത്ത് കയറിയ പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് എത്തും. അവരിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരും. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു ഉന്നത ഉദ്യോഗസ്ഥരാണ്. ഒരു UPSC പരീക്ഷയിലടക്കം വിജയിച്ച് IRS അടക്കം ലഭിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ കുടുംബം ഒന്നാകെ മരിച്ച നിലയിൽ കാണപ്പെടുന്നു. അതിൽ അതീവ ഗൗരവ സ്വഭാവമുണ്ട്. ആ ഗൗരവ സ്വഭാവം ഉൾക്കൊണ്ട് തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും ഒരു അനുമാനത്തിലേക്ക് പോലീസ് എത്തുക. 2 മൃതദേഹങ്ങൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ആത്മഹത്യ എന്ന FIR എഴുതി ചേർക്കപ്പെട്ടത്. അപ്പോഴും ഈ അമ്മ ശകുന്തള അഗർവാളിന്റെ മരണം എങ്ങനെ എന്നുള്ളൊരു ചോദ്യമായ ഇതിന് കൂടിയൊരു വ്യക്തമായ ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ 3 പേരും 3 ദിവസം മുമ്പ് മരിക്കാനിടയാക്കിയ സാഹചര്യം എന്ത് എന്നും പോലീസ് വിശദമായി പരിശോധിച്ച് വരികയാണ്. ഗോകുൽ. തീർച്ചയായും വിഷ്ണു സുരേഷാണ് ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചത്. അമൽ സുരേന്ദ്രനിലേക്ക് ഒരിക്കൽ കൂടി. അമൽ, ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ 2 മൃതദേഹങ്ങൾ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. ആ മൃതദേഹങ്ങൾ നീക്കുവാനുള്ള നടപടികൾ ഏതാണ്ട് പൂർത്തിയായി എന്ന് കരുതുന്നു. എന്താണ് അവിടെ നിന്നുള്ള ഇൻക്വസ്റ്റ് നടപടിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്? ഗോകുൽ, അമ്മയുടെ മൃതദേഹം ബെഡിൽ കിടക്കുന്ന നിലയിലും മനീഷിന്റെയും സഹോദരി ശാലിനിയുടെയും മൃതദേഹങ്ങൾ തൂങ്ങിയ നിലയിലുമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴെന്തായാലും ഈ മൃതദേഹങ്ങളൊന്നും യഥാസ്ഥലത്ത് നിന്ന് മാറ്റുന്ന സാഹചര്യം ഇല്ല. പോലീസ് ഇൻക്വസ്റ്റ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. തൂങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. കുറച്ച് സമയത്തിന് ശേഷം മാത്രമേ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാവൂ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഫോറൻസിക് സംഘം ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഫോറൻസിക് സംഘം കൃത്യമായ പരിശോധനകൾ നടത്തിയതിനു ശേഷം ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയത്തിന് ഉള്ളിൽ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആത്മഹത്യാ കുറിപ്പിൽ ഉള്ള വിശദമായ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ വിവരങ്ങളും ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വീട് സീൽ ചെയ്യാനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് മാറ്റുവാനുള്ള ആളുകളും റെഡിയാണ്. ആംബുലൻസുകൾ തൊട്ടടുത്ത് തന്നെയായി നിർത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹങ്ങൾ ഈ വീട്ടിൽ നിന്നും മാറ്റും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അറിയേണ്ടത് എന്താണ് ഈ മരണത്തിന് കാരണം എന്ന് ഇതിനെക്കുറിച്ച് കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അതിൽ പല സാധ്യതകളാണ് നിലനിൽക്കുന്നത്. ഒന്നുകിൽ അമ്മയുടെ മരണം സഹിക്കാതെ വയ്യാതെ മക്കൾ ആത്മഹത്യയിലേക്ക് നീങ്ങിയതാണവാം എന്നൊരു സാധ്യത പലപ്പോഴും പലതരത്തിലും ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ള സാധ്യതകളും ഊഹാപോഹങ്ങളും മാത്രമാണ് ഇവരുടെ മരണകാരണത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലനിൽക്കുന്നത്. യഥാർത്ഥത്തിലുള്ള മരണകാരണം എന്താണെന്ന് ആത്മഹത്യാ കുറിപ്പിൽ നിന്നും ഇവരുടെ ഫോണുകൾ പരിശോധിക്കുന്നതിൽ നിന്നും മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ വീടിനുള്ളിലുള്ള ദുരൂഹതകൾ, അതായത് അമ്മ ശകുന്തള അഗർവാളിന്റെ മരണത്തിലുള്ള ദുരൂഹതകൾ, അതോടൊപ്പം തന്നെ ഈ വീടിന്റെ അടുക്കള ഭാഗത്തുള്ള ചില സംശയാസ്പദമായ സാഹചര്യങ്ങൾ, വീടിന്റെ ഗ്യാസ് അടുപ്പിനോട് ചേർന്ന് തീ കത്തിയതിന്റെ പാടുകൾ, എന്തോ കാര്യമായി കത്തിച്ചിരുന്ന പേപ്പറുകളും മറ്റും കൂട്ടിയിട്ട് കത്തിച്ച ഒരു പാടുകൾ അടുപ്പിന്റെ ഭാഗമായിട്ടുണ്ട്. അതിന്റെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആത്മഹത്യാ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു അത് എന്നതിനെക്കുറിച്ചെല്ലാം കൂടുതൽ വിശദമായിട്ടുള്ള ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത് വന്നതിന് ശേഷം മാത്രമേ ഈ മരണത്തിൽ സംബന്ധിച്ചിട്ടുള്ള കസ്റ്റംസിലെ GST വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ദുരൂഹതകളെല്ലാം നീങ്ങുകയുള്ളൂ. ഗോകുൽ, തീർച്ചയായും ഉയർന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, IRS നേടിയ ഉദ്യോഗസ്ഥൻ, സഹോദരിയാണെങ്കിലും സമാനമായി സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കി അതിൻ്റെ സന്തോഷത്തിലായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊരു മരണം അല്ലെങ്കിൽ ആത്മഹത്യ, അതെന്താണ് എന്നത് വ്യക്തമാകേണ്ടതുണ്ട്. ഒപ്പം മാതാവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് കട്ടിലിൽ കിടക്കുന്ന നിലയിലാണ്, മക്കളെ 2 പേരെയും തൂങ്ങി മരിച്ച നിലയിലും. അപ്പോൾ ഈ അമ്മയുടെ മരണം എങ്ങനെ സംഭവിച്ചു, ഈ മരണത്തിൻ്റെയൊക്കെ സമയം അത് നിർണ്ണയിക്കുക, അതിൻ്റെ സാഹചര്യം വ്യക്തമാവുക ശാസ്ത്രീയ പരിശോധനയിലാവും. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ തന്നെ ജീർണിച്ച അവസ്ഥയിലാണ്.